നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പത്തനംതിട്ട മണ്ണാറമല സ്വദേശി കൃഷ്ണമ്മയാണ് മരിച്ചത്. 65 വയസ്സുകാരിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ ആദ്യ ആഴ്ചയാണ് കൃഷ്ണമ്മയ്ക്ക് തെരുവ് നായയിൽ നിന്നും കടിയേറ്റത്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു കൃഷ്ണമ്മയ്ക്ക് ചികിത്സ ലഭ്യമായത്. ചികിത്സയിലായിരുന്നു കൃഷ്ണമ്മ. വാക്സിൻ സ്വീകരിച്ചതാണ്, പക്ഷേ മരണമെത്തി. തെരുവ് നായ ആക്രമിച്ചപ്പോൾ കൃഷ്ണമ്മ നിലത്തു വീണു. തുടർന്ന് മുഖത്താണ് കടിയേറ്റത്. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വാക്സിൻ അടക്കം എടുത്തതാണ്, എന്നിട്ട് പോലും മരണമെത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തീർച്ചയായിട്ടും തെരുവുനായി രൂക്ഷമാവുകയാണ്. പലയിടത്തും നമ്മൾ പല വീഡിയോകൾ കാണുന്നുണ്ട്. കുട്ടികളെ ഓടിക്കുന്നു, പ്രായമായവരെ ഉപദ്രവിക്കുന്നു. തെരുവുനായ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 മാസത്തിനിടയിൽ 1 ലക്ഷം ആളുകൾക്ക് തെരുവുനായയുടെ കടിയേൽക്കുകയും 17ഓളം പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പേവിഷബാധ കാരണമുള്ള മരണം തടയുന്നതിന് സംസ്ഥാന സർക്കാർ ഒരു കർമ്മസേനയ്ക്ക് രൂപം നൽകണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വൈറോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ജേക്കബ് ജോൺ ഇത്തരത്തിലൊരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ ഇതിനാവശ്യമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കാനുള്ള നടപടികൾ തുടങ്ങാൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിടുകയും ചെയ്തു. തെരുവ് നായ്ക്കളുടെ കടിയേറ്റവർക്ക് നഷ്ടപരിഹാരം വിധിക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റിയുടെ സേവനം അത്യന്താപേക്ഷിതമാണെന്നും ഇതിന്റെ പ്രവർത്തനം തുടരുന്നുണ്ടോ എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെടുകയുണ്ടായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് 1 മാസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പേവിഷബാധ കാരണമുള്ള മരണങ്ങൾക്ക് കടിഞ്ഞാണിടാനും തെരുവുനായ ശല്യം അമർച്ച ചെയ്യാനും അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള കമ്മീഷൻ നടപടി തുടങ്ങിയത്. ലോകത്തിലെ ഏറ്റവും മാരകമായ രോഗങ്ങളൊന്നായി പേവിഷബാധയെ കണക്കാക്കുന്നു. പേവിഷബാധയേറ്റുള്ള മരണങ്ങളുടെ പ്രധാന കാരണം കൃത്യമായ പരിചരണമില്ലായ്മയാണ്. വൈദ്യശാസ്ത്രം ഇത്രമേൽ പുരോഗതി പ്രാപിക്കാത്ത കാലത്ത് പൊക്കിളിന് ചുറ്റുമായിരുന്നു പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് എടുത്തിരുന്നത്. 14 ദിവസത്തോളം തുടർച്ചയായി ഇങ്ങനെ കുത്തിവയ്പ് എടുക്കേണ്ടിയും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഈ ഒരു കുത്തിവയ്പ്പിനെ പൊതുജനങ്ങൾക്ക് പേടിയായിരുന്നു. പക്ഷേ തികച്ചും സുരക്ഷിതമായിട്ട് അപൂർവമായി മാത്രം പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്ന വളരെ ചെറിയ അളവിൽ മാത്രം കുത്തിവയ്ക്കേണ്ടുന്ന മരുന്നുകൾ സൗജന്യമായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പേവിഷബാധ എന്നാൽ പട്ടി, പൂച്ച, പന്നി, കഴുത, കുതിര, കുറുക്കൻ, ചെന്നായ, കുരങ്ങൻ, അണ്ണാൻ, വവ്വാൽ തുടങ്ങിയ ജീവികളിലാണ് രോഗവാഹകരായ റാബിസ് വൈറസുകളെ കണ്ടുവരുന്നത്. പട്ടി, പൂച്ച തുടങ്ങിയ വളർത്തുമൃഗങ്ങളിലൂടെയാണ് രോഗം മനുഷ്യരിലെത്തുന്നത്. 90% ആളുകൾക്കും അസുഖം പകരുന്നത് പട്ടിയിൽ നിന്നാണ്. അസുഖം തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. മുറിവിൽ നിന്ന് രോഗാണുക്കൾ നാഡികൾ വഴി തലച്ചോറിൽ എത്തുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ പിന്നെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കുക ബുദ്ധിമുട്ടാണ്. ലോകത്താകമാനം വളരെ കുറച്ച് ആളുകളെ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കാം. കടിയേറ്റ ഭാഗത്ത് ചൊറിച്ചിൽ, മുറിവിന് ചുറ്റും മരവിപ്പ്, തലവേദന, തൊണ്ടവേദന, വിറയൽ, ശ്വാസതടസ്സം, ഉത്കണ്ഠ, പേടി, ശബ്ദവ്യത്യാസം, ഉറക്കമില്ലായ്മ, കാറ്റിനോടും വെള്ളത്തിനോടും വെളിച്ചത്തിനോടും പേടി തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയാൽ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ രോഗി മരിക്കും. വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷമായിരിക്കും രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. പേ ബാധിച്ച മൃഗങ്ങളുടെ കടിയേൽക്കുന്നത് കഴുത്തിന് മുകളിലാണെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ് ഉടൻ നടത്തേണ്ടതാണ്. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. വളർത്തു മൃഗങ്ങളുടെയോ തെരുവ് നായ്ക്കളുടെയോ കടിയേറ്റാൽ ഉടൻ പൈപ്പിന് കീഴിൽ ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് 15 മിനിറ്റെങ്കിലും മുറിവ് കഴുകിക്കൊണ്ടിരിക്കണം. തുടർന്ന് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണം. ഉഷ്ണരക്തമുള്ള എല്ലാ ജീവജാലങ്ങളെയും പേവിഷം ബാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കുത്തിവയ്പ് എങ്ങനെയാണെന്ന് നോക്കാം. 2 തരത്തിലുള്ള കുത്തിവയ്പ്പുകളുണ്ട്. രണ്ടിനും ഒരേ ഫലം തന്നെയാണ് ഉള്ളത്. മസിലിൽ എടുക്കുന്ന കുത്തിവയ്പ്പിന് കൂടുതൽ അളവ് മരുന്ന് വേണം. വലിയ വിലയുള്ള ഈ മരുന്ന് കുറച്ചളവിൽ കൂടുതൽ ആളുകൾ എടുക്കാമെന്നതാണ് തൊലിപ്പുറത്തെടുക്കുന്ന കുത്തിവയ്പ്പിന്റെ പ്രത്യേകത. പേശിയിൽ എടുക്കുന്ന കുത്തിവയ്പ് 0.5 മില്ലിമീറ്റർ മരുന്ന് ഉരത്തിന് താഴെ ഡെൽറ്റോയിഡ് പേശിയിലാണ് കുത്തുന്നത്. കുട്ടികളിൽ തുടയുടെ അകംവശത്ത് കുത്തിവയ്പ് തുടങ്ങുന്ന ദിവസത്തെ 0 ദിവസമായി കരുതിയാൽ 0, 3, 7, 14, 28 ദിവസങ്ങളിൽ എടുക്കണം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 90-ാം ദിവസം ഒരു കുത്തിവയ്പും കൂടി എടുക്കാറുണ്ട്. സാധാരണ സ്വകാര്യ ആശുപത്രികൾ ഈ രീതിയാണ് തുടരുന്നത്.
തൊലിപ്പുറത്തെടുക്കുന്ന ഇഞ്ചക്ഷന് മരുന്ന് കുറവ് മതി. ഉരത്തിന് താഴെ തൊലിപ്പുറത്താണ് കുത്തിവയ്പ് എടുക്കുന്നത്. 0, 3, 7, 28 ദിവസങ്ങളിലാണ് കുത്തിവയ്പ്പുകൾ. ഇപ്പോൾ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഈ കുത്തിവയ്പ്പാണുള്ളത്. ഈ രീതിക്ക് വേഗത്തിൽ പ്രതിരോധ ശക്തി ഉണ്ടാവുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പേവിഷബാധ അഥവാ റാബിസ് എൻസെഫലൈറ്റിസ് ഒരു കാലത്ത് പേടി സ്വപ്നമായിരുന്ന പേവിഷബാധയെ നമ്മൾ തുടച്ചു നീക്കിയതാണ്. എന്നാൽ ഈയിടെ നടന്ന ചില സംഭവങ്ങൾ നമ്മളെ പേടിപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് നടന്ന സംഭവം തന്നെ ആ ഒരു ആശങ്ക വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. ഈയിടയ്ക്ക് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ കൊല്ലം കുന്നിക്കോട് നിയ ഫൈസലിന്റെ കൈമുട്ടിന് തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്ന സാഹചര്യമുണ്ടായി. പ്രതിരോധ കുത്തിവയ്പ് എടുത്തുകൊണ്ടിരിക്കെ പേവിഷബാധ സ്ഥിരീകരിച്ചു. പിന്നെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. മലപ്പുറം സ്വദേശി സിയ ഫാരിസ് എന്ന 6 വയസ്സുകാരിക്കായിരുന്നു ഈ അനുഭവം ഉണ്ടായത്. സമാന അനുഭവം ഉണ്ടായത് നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞതാണ്. പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ വീട്ടമ്മയ്ക്കും ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ആശങ്ക ഏറുകയാണ്. എല്ലാ വാക്സിനുകളും എടുത്തിട്ടും ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നത് വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ടാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം തന്നെയാണ്. ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പ്രശ്നം വാക്സിൻ അല്ല, വാക്സിൻ കൈകാര്യം ചെയ്യുന്നതിലും കുത്തിവയ്പ് എടുക്കുന്നതിലുമുള്ള അപാകതകളാണ് എന്നാണ്. നായ കടിച്ചാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചുള്ള അജ്ഞത മരണനിരക്ക് കൂട്ടുന്നുണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പേവിഷബാധയേറ്റ് നായ കടിക്കുന്നതിലൂടെയാണ് പ്രധാനമായും മനുഷ്യരിൽ റാബിസ് ഉണ്ടാകുന്നത്. നായ കടിച്ച് വിഷബാധയേറ്റ വളർത്തുമൃഗങ്ങളിലൂടെയും അണുബാധ ഉണ്ടാകുന്നു. നായ നക്കിയാലും മുഖം കൊണ്ട് മുറിവേറ്റാലും രോഗം പകരാം. ഉമിനീര് വഴിയാണ് രോഗം പകരുന്നതെങ്കിലും മൃഗങ്ങളുടെ കയ്യിലും മറ്റും ഈ ഉമിനീരിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് കാരണം. നായയെ കൂടാതെ പൂച്ചയോ കുരങ്ങോ കുതിരയോ ആടുമാടുകളോ എന്നിവ വഴിയും രോഗം ബാധിക്കാം. ഉമിനീരിലെ റാബിസ് വൈറസ് കടിയേൽക്കുമ്പോൾ മുറിവിലൂടെ നമ്മുടെ കോശങ്ങളിലെത്തും. മറ്റു മുറിവുകളിലൂടെയും വൈറസ് ശരീരത്തിൽ പ്രവേശിക്കാം. വൈറസ് കോശങ്ങളെ ബാധിക്കാൻ 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും. 2 മണിക്കൂറിനകം കോശങ്ങളിൽ ഇവ പെറ്റുപെരുകും. പിന്നീട് നമ്മുടെ നാഡി സംവിധാനത്തിലൂടെ വൈറസ് തലച്ചോറിലെത്തും. അങ്ങനെ പേവിഷബാധയേൽക്കും. സാധാരണ പനി ലക്ഷണങ്ങളായ ശരീരത്തിന് ചൂട്, തലവേദന, ക്ഷീണം, ഓക്കാനം, ഛർദി തുടങ്ങിയവയാണ് റാബിസിന്റെയും പ്രാരംഭ ലക്ഷണം. വൈറസുകൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ സാധാരണയായി 20 മുതൽ 90 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നായയുടെ കടിയേറ്റ് മുറിവുണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് സോപ്പ് ഉപയോഗിച്ച് ആ മുറിവ് കഴുകുക എന്നതാണ്. വലിയ മുറിവാണെങ്കിൽ പോലും കഴുകാതെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ വിപരീത ഫലം ചെയ്യും. 15-20 മിനിറ്റോളം തുടർച്ചയായി ഒഴുകുന്ന വെള്ളത്തിൽ മുറിവ് കഴുകുക. പൈപ്പ് വഴിയോ പാത്രത്തിൽ വെള്ളം ശേഖരിച്ചോ ഇങ്ങനെ നിർത്താതെ മുറിവ് കഴുകിക്കൊണ്ടിരിക്കണം. കഴുകുന്നയാളുടെ കയ്യിൽ മുറിവുണ്ടാകരുത്. കയ്യുറയോ മറ്റോ ഉപയോഗിക്കണം. നമുക്ക് എളുപ്പം കിട്ടാവുന്ന അണുനാശിനിയാണ് സോപ്പ്. ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുന്നത് വൈറസ് തിരികെ വീണ്ടും കോശങ്ങൾ എത്താതിരിക്കാനാണ്. ഇങ്ങനെ കോശങ്ങളിലേക്ക് കടക്കുന്ന വൈറസിന്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. നാഡികളുടെ എണ്ണം കൂടുതലുള്ള കയ്യിലോ മുഖത്തോ തലയിലോ കഴുത്തിലോ ആണ് കടിയേൽക്കുന്നതെങ്കിൽ അണുബാധയുടെ തീവ്രത കൂടും. മുഖത്തോ കഴുത്തിലോ തലച്ചോറുമായി സാമീപ്യമുള്ള ഭാഗങ്ങൾ കടിയേറ്റാൽ വൈറസ് ഉടൻ തലച്ചോറിലെത്താനുള്ള സാധ്യതയുണ്ട്. ജാഗ്രതയോടെ ആയിരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.